ഇതൊരു പുതിയ ജോലി സാധ്യത ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നതാണ്. യൂട്യൂബിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം അതിലായി തന്നെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ ഇപ്പം ധാരാളമായിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. ഇനി ഫുൾ ടൈം അതിലായിട്ട് ജോലി ചെയ്യുവാൻ സാധിക്കാൻ ആൾക്കാർക്ക്, യാത്ര ചെയ്യുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും, പ്രായമായവർക്കും ചെറിയതായെങ്കിലും ഒരു വരുമാനം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ചെറിയ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വലിയ യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നവരല്ല, അതല്ലാതെ ചെറുതായിട്ടുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനറിയാമെങ്കിൽ അത് എഴുതുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ക്യാമറ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് അത് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള വരുമാന സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിൽ ഇരിക്കുന്നവർക്കും ദൂരയാത്ര ചെയ്ത് മറ്റുള്ള ജോലികളിൽ പോകുവാൻ സാധിക്കാത്തവർക്കും പ്രായമായവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന സ്രോതസ്സായി മാറിയിരിക്കുന്നു ഈ ഡിജിറ്റൽ മേഖല. അതുപോലെ തന്നെ മറ്റുള്ള ബിസിനസ്സുകളും ഈ ഡിജിറ്റൽ ഏരിയയിൽ കൂടെ നടക്കുന്നു. എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നവർക്ക് അത് വിൽക്കുവാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് കണ്ടുപിടിക്കുവാനും, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ സ്മോൾ സ്കെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫാക്ടറി പോലെ വീടുകളിൽ ചെയ്യുന്നവർക്ക് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുവാനും ഉള്ള മാർക്കറ്റ് പ്ലേസായി ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് എല്ലാവർക്കും, കുട്ടികൾ മുതൽ വലിയ പ്രായമായവർക്ക് വരെ വളരെയേറെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. കുട്ടികൾക്കാണെങ്കിൽ, കുഞ്ഞു കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഉണ്ട് എങ്കിലും അവർക്ക് പഠന കാര്യങ്ങളെല്ലാം തന്നെ ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ലഭ്യമാണ്. ഒരു ലോകത്തിലുള്ള എന്ത് കാര്യവും അറിയുവാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉള്ള നോളജ് നമ്മൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ നല്ലതായ വശങ്ങളും ചീത്തയായ വശങ്ങളുമുണ്ട്. ഈ മൊബൈൽ ഫോണിൽ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത ഏരിയകളിൽ ചെല്ലാതെ നമ്മളുടെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന സൈറ്റുകളിലൊക്കെ ചെന്ന് പെടാതെ കുട്ടികളെ ഒക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. കുട്ടികൾ തന്നെയല്ല, പ്രായമായവർ പോലും ഇപ്പോൾ ഒരുപാട് തട്ടിപ്പിനൊക്കെ ഇരയാകുന്നുണ്ട്. ഈ മൊബൈൽ ഫോണിൽ കൂടെ സാമ്പത്തിക തട്ടിപ്പുകൾ ധാരാളമായി നടക്കുന്നുമുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നമ്മൾക്ക് പ്രയോജനം ഉള്ള ഒരു സംഗതിയാണ് ഈ ഡിജിറ്റൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 2026 പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. പുതിയതായി നമ്മൾക്കൊരു കൂട്ടുകാരൻ കൂടെ വന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ. അതാണ് AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI-യുമായി നമ്മൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് വേറൊരു മെഷീനാണ് എന്ന് നമ്മൾക്കൊരു ചിന്ത ഉണ്ടാകുന്നില്ല. അത്